അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ സാംസങ് ഗാലക്സി S24 അൾട്ര എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി ഫോണുമായിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റും. മാത്രമല്ല സാംസങ് ഇറക്കിയ ഏറ്റവും ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണിത് ഇതുവരെ. അപ്പോൾ ഇനി ജനുവരിയിൽ നമുക്ക് S25 സീരീസ് വരാനിരിക്കുകയാണ്. അപ്പോൾ ഏതാണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നിട്ടുള്ള AI ഫീച്ചേഴ്സ് തന്നെയാണ്. ഒരുപാട് AI ഫീച്ചേഴ്സുകളോട് കൂടി വന്ന ഒരു ഫോണാണിത്. പ്രത്യേകിച്ചും ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഇതിലുള്ള അത്ര AI ഫീച്ചേഴ്സ് മറ്റൊരു കമ്പനി ഒരു ഫോണിലും തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം ആപ്പിൾ ഇൻ്റലിജൻസ് വന്നു, ഒരു പക്ഷേ മാറിയേക്കാം. പക്ഷേ എന്നാലും ഈ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഈ ഫോൺ തന്നെയാണ് AIയുടെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ്. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് മൊത്തത്തിൽ ഈ ഫോണിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ഈ ഫോണിൻ്റെ കളർ വേരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 6 വ്യത്യസ്ത കളറുകളിലായിട്ട് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൈറ്റാനിയം ബോഡിയാണ്. ആപ്പിൾ ടൈറ്റാനിയം ബോഡി കൊണ്ടുവന്നിരുന്നു. വെയിറ്റ് ലോസ് ആയിരുന്നു പ്രധാന ലക്ഷ്യം. അപ്പോൾ സാംസങ്ങും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷേ അത് അത്ര സക്സസ് ആയി എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം S23 അൾട്രയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിതിലാകെ 2-3 ഗ്രാമൊക്കെ വെയിറ്റ് കുറവായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഏതാണെങ്കിലും ടൈറ്റാനിയം ബോഡി കൊണ്ടുവന്ന ആ ഒരു പർപ്പസ് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് വരുന്നത് ഗൊറില്ല ഗ്ലാസ് ആർമറാണ്. ബാക്കിലും ഗൊറില്ല ഗ്ലാസ് ആർമറാണ്. നല്ല മാറ്റ് ഫിനിഷിലാണ് ഡിസൈൻ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബോട്ടം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സിം ട്രേ, പിന്നെ ഇതിൻ്റെ മെയിൻ മൈക്ക്, ചാർജർ സ്ലോട്ട്, പിന്നെ നമുക്ക് സ്പീക്കർ, അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ S Pen, ഇങ്ങനെ ആണ് ഇതിൻ്റെ താഴെ ഭാഗം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ ബട്ടണ്, വോളിയം ബട്ടണ്, ടോപ്പ് സൈഡിൽ 2 നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. പിന്നെ ഇതിൻ്റെ ബിൽഡിങ്ങിൽ നമുക്ക് തന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് എന്തായാലും ഉണ്ടാകേണ്ട ഫീച്ചേഴ്സ് തന്നെയാണ്. കാരണം സാംസങ് തന്ന ഏറ്റവും ടോപ്പ് ഫോണാണ്. ഏതാണെങ്കിൽ ആ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിൽ വയർലെസ് ചാർജിങ്, അതുപോലെ തന്നെ NFC, പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, IP68, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, ഇതെല്ലാം നമുക്കിതിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫോണിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 8.6 mm തിക്നെസ് വരുന്നുണ്ട്. അപ്പോൾ സ്ലിമ്മായ ഫോണല്ല, അത്യാവശ്യം ബൾക്കായ ഫോൺ തന്നെയാണ്. പിന്നെ വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 232-33 ഗ്രാമൊക്കെ ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ഡൈനാമിക് AMOLED 2X എന്ന് പറയുന്ന S23 വന്ന ആ ഒരു സെയിം ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇതിലും വന്നിട്ടുള്ളത്. 6.8 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 2600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുന്നത്. S23 അൾട്രയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 1750 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കാര്യമായ മാറ്റം സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഔട്ട്സൈഡ് വിസിബിലിറ്റി നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ, ഞാനിപ്പോൾ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്, നല്ല വിസിബിലിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് നല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. S23 അൾട്രയിൽ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു. ഡിസ്പ്ലേ മാത്രമല്ല ഫോണിൻ്റെ എഡ്ജും ബാക്ക് വശം ഒക്കെ കുറച്ച് ഷാർപ്പായിട്ടാണ്, ബോക്സി ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത്. S23 ഒന്നും കൂടി കർവ്ഡ് ആയിരുന്നു. അപ്പോൾ ഇൻ ഹാൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ S23 അൾട്രയാണ് ഒന്നുകൂടി മുന്നിൽ നിൽക്കുന്നത്. നമുക്കൊന്നുകൂടി കംഫർട്ടായിട്ട് പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് S23 അൾട്രക്ക് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അത്ര തന്നെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഏതാണെങ്കിലും ഫ്ലാറ്റ് ഡിസ്പ്ലേ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്തതായിരിക്കാം സാംസങ്. പിന്നെ ഡിസ്പ്ലേയുടെ ഒരു സെറ്റപ്പ് പറയുകയാണെങ്കിൽ നമുക്കിതിൽ വീഡിയോ വാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതിൻ്റെ ഈ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജും കോർണേഴ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൽ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ശരിക്കും ഒരു TV വാച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ഇതിൽ വരുന്ന ഡിസ്പ്ലേ റെസൊല്യൂഷൻ നമുക്ക് 2K QHD+ ഡിസ്പ്ലേ റെസൊല്യൂഷനാണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസൈൻ ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്. അതായത് ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈന്, കോർണേഴ്സൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട്, ഫോണാണെങ്കിൽ ഒന്ന് ഭയങ്കര ബോക്സി ആയ ഡിസൈന്, എന്താ പറയുക, വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈന്. ബോറാണെന്ന് ചോദിച്ചാൽ ബോറാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ കാണുമ്പോൾ ഇതിനൊരു പ്രത്യേകമായ ഒരു ഭംഗി ഉണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ ഷാർപ്പായ ഒരു എഡ്ജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ലോക്ക് സിസ്റ്റം ഭയങ്കര വേഗതയാണ്. ഫിംഗർ പ്രിൻറ്റ് അൾട്രാസോണിക് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൈവച്ചാൽ തന്നെ തുറയും. ഇനി ഫേസ് ലോക്ക് ആണെങ്കിലും ഞാൻ കാണിച്ചുതരാം. തുറന്നു. അപ്പോൾ ഇത്രയും വേഗത്തിലാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഡിസ്പ്ലേ ഫ്ലാറ്റ് ആക്കാനുള്ള ഒരു കാരണം സാംസങ് പറയുന്നത് അവരുടെ ഈ S Pen ഒന്നും കൂടി ഡിസ്പ്ലേയിൽ എഴുതാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഒന്നും കൂടി സ്മൂത്ത് ആക്കാനും വേണ്ടിയിട്ടാണ് S23 കർവ്ഡ് മാറ്റി നമുക്കിവിടെ S24 ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ട് തന്നെ എന്നാണ് സാംസങ് പറയുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ഡിസ്പ്ലേയെ കുറിച്ച് മൊത്തത്തിലൊന്നും പറയല്ല, കിടിലൻ ഡിസ്പ്ലേ ആണ് സാംസങ് നമുക്ക് തന്നിട്ടുള്ളത്. അടിപൊളി ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ റിഫ്ലക്ഷൻ വളരെ കുറവാണ്. ലോ റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ ആണ് നമുക്കിത് തന്നിട്ടുള്ളത്.
ഇതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾ നോക്കണ്ട. ഇതിൻ്റെ മുകളിൽ ടെമ്പേർഡ് ഗ്ലാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും ലാപ്ടോപ്പിലൊക്കെ വരുന്ന ഒരു ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. റിഫ്ലക്ഷൻ വളരെ കുറവാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു സൂര്യപ്രകാശം അടിക്കുമ്പോൾ ആ ഒരു മറ്റ് ഫോണുകൾ കാണുന്ന ആ ഒരു പ്രശ്നം ഇതിൽ അത്ര കാണാൻ കഴിയുന്നില്ല. വളരെ കുറഞ്ഞ റിഫ്ലക്ഷനേ വരുന്നുള്ളൂ. അപ്പോൾ അത് ശരിക്കും യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണ്. ഇനി ഡിസ്പ്ലേയിലുള്ള ബെസലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ നാരോ ബെസലാണ് സാംസങ് നമുക്ക് ഈ ഫോണിൽ തന്നിട്ടുള്ളത്. അതായത് ഇതിൽ നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൂടി ഇതിൽ കുറച്ച് കയറി വരുന്നുണ്ട്. ഇത്ര തന്നെ ബെസൽ വരുന്നില്ല, ഒന്നും കൂടി നാരോ ആയിട്ടാണുള്ളത്. അപ്പോൾ ഏതാണെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഒന്നും പറയല്ല, നല്ല കിഡിലൻ ഡിസ്പ്ലേ സാംസങ് നമുക്ക് ഈ ഫോണിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബാക്ക് വശത്ത് 4 ക്യാമറയാണ് സാംസങ് ഇതിൽ തന്നിട്ടുള്ളത്. S23യുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്യാമറയിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അതായത് മെയിൻ ക്യാമറ നമുക്കിവിടെ 200 മെഗാ പിക്സൽ, പിന്നെ അതുപോലെ തന്നെ ഒരു 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നെ ഇതൊരു പെരിസ്കോപ്പ് ലെൻസാണ്, ഇതിൽ 50 മെഗാ പിക്സൽ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു 10 മെഗാ പിക്സലിൻ്റെ ഒരു എക്സ്ട്രാ ടെലിഫോട്ടോ ലെൻസും വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു സെൻസർ അത് ഓട്ടോ ഫോക്കസ് ലേസർ സെൻസറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് ക്യാമറ വരുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ചൊന്നും പറയാനില്ല, നമുക്ക് ആൻഡ്രോയിഡിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ വെച്ച് നമുക്ക് 5x പോർട്രേറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ 10 മെഗാ പിക്സലിൻ്റെ ലെൻസ് വെച്ച് നമുക്ക് 3x പോർട്രേറ്റ് പറ്റും. ഇനി ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 8K വീഡിയോ എടുക്കാൻ പറ്റും. 8K at 30 FPS കണ്ടില്ലേ, 8K ഓണാണിപ്പോൾ. അതുപോലെ തന്നെ ഇതിലിപ്പോൾ നമുക്ക് OIS മാത്രമാണ് സപ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ 4Kയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് OIS പ്ലസ് EIS, അതായത് നല്ല സൂപ്പർ സ്റ്റഡി മോഡ് ഓണാക്കാമെന്ന് പറയാം. അതായത് നല്ല സ്റ്റെബിലൈസേഷൻ മോഡ് ഇതിൽ ഓണാക്കാൻ പറ്റും. 4Kയിലേക്ക് പോവുകയാണെങ്കിൽ 30 FPS-ലും 60 FPS-ലും നമുക്ക് നല്ല സൂപ്പർ സ്റ്റഡി മോഡിൽ അടിപൊളി വീഡിയോ എടുക്കാൻ പറ്റും. ഇനി ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നമുക്ക് 4K at 60 FPS വരെ നല്ല കിടിലും വീഡിയോ എടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഏതാണെങ്കിലും ബാക്ക് ക്യാമറ വെച്ചിട്ട് 8K വരെ പോകാൻ പറ്റും. 4K 60 FPS-ൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 60 FPS-ൽ 4K വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 ക്യാമറയിലും നമുക്ക് നല്ല ഫീച്ചേഴ്സ് സാംസങ് ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ നമുക്ക് സാംസങ് തന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള സൂമിങ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അത് റിയൽ ലൈഫിൽ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു ഫീച്ചർ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും വീഡിയോകളിൽ. ഞാൻ ഏതായാലും സാമ്പിൾസ് ആഡ് ചെയ്യാം. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് ആണ്. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും അടിപൊളി സെറ്റപ്പാണ് സാംസങ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് 1 UI 6.1 നമുക്ക് വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്കിതിൽ 1x-ഉം 2x-ഉം 3x-ഉം 5x-ഉം ഇതിൽ കാണിക്കുന്നുണ്ട്. നേരത്തെ ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ഇപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയിലുള്ള മറ്റൊരു ഫീച്ചർ, നമ്മൾ ഇതിൻ്റെ ക്യാമറയിൽ വീഡിയോ എടുത്ത് 4K at 60 FPS-ലാണ്. ഇതിൽ പോലും നമുക്കിവിടെ 0.6 മുതൽ 10x വരെയുള്ള സൂമിങ് ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഫീച്ചറാണത്. ഇത്രയും ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു സൂമിങ് ഫീച്ചർ തന്നത് വളരെ അടിപൊളിയായി തോന്നി. പിന്നെ നമ്മൾ ഈ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഫോൺ ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് Qualcomm Snapdragon 8 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് സാംസങ് ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും സാംസങ് വരുത്തിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 12 GB റാമാണ് ഇതിൽ ആകെ വരുന്ന ഒരു വേരിയൻറ്റ്. അതായത് റാം ബേസ്ഡ് ആയിട്ട് ഒരു വേരിയൻറ്റ് വരുന്നുള്ളൂ. സ്റ്റോറേജ് ബേസ്ഡ് ആയിട്ട് 256-ഉം 512-ഉം 1 TB-യും ഇങ്ങനെ 3 വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ ചിപ്സെറ്റ് 8 Gen 3 ആണെങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗാലക്സിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നിർമ്മിച്ച ചിപ്സെറ്റാണ്. കാരണം ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ജിഗാർഡ്സിലൊക്കെ നേരിയ വ്യത്യാസം വരുത്തിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 19-20 ലക്ഷത്തിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. S23 അൾട്രയിലുള്ളതിൻ്റെ ഏകദേശം ഇരട്ടി വലിപ്പമുള്ള വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഫോണിൽ വരുന്നത്. 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ഒരു 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് ചാർജർ വരുന്നില്ല. Type-C to Type-C കേബിളും സിം ഇജക്റ്റിംഗ് ടൂൾ മാത്രമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ USB പോർട്ട് 3.2 Gen 1 ആണ്. നല്ല വേഗത്തിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ.
ഇനി ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ആൻഡ്രോയിഡ് 14 ആണ്, പിന്നെ സാംസങ്ങിൻ്റെ One UI ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഫോണിൽ, പ്രത്യേകിച്ച് AI ഫീച്ചേഴ്സ്. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാംസങ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഉറപ്പുമില്ല ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു ഫോൺ എടുക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പുതിയ മോഡൽ വന്നാൽ അതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏതാണെങ്കിലും ഇതിലുള്ള UI സാംസങ്ങിൻ്റെ സ്വന്തം UI ആയ One UI ആണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത UI, അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പുതുതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് One UI 6.1 ആണ് വന്നത്. AI ഫീച്ചേഴ്സൊക്കെ ഒന്നും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സാംസങ് ഒരുപാട് AI ഫീച്ചർ നമുക്ക് ഈ ഫോണിൽ തന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും കുറച്ചെണ്ണം, വളരെ ശ്രദ്ധേയമായ കുറച്ചെണ്ണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്തൊരു വർക്ക് ഈ ഫോണിൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഹോം ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ ഉള്ള ഏതൊരു കാര്യത്തെക്കുറിച്ചും അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഹോം ബട്ടൺ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കുക, ഇത്ര പണിയുള്ളൂ. അപ്പോൾ അത് പേന കൊണ്ടും ചെയ്യാം, കൈ കൊണ്ടും ചെയ്യാം. അപ്പോൾ ആ ഒരു വസ്തുവിനെ കുറിച്ച് നമുക്കിതിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഏതൊരു വസ്തുവിനെ കുറിച്ചും, അപ്പോൾ നമുക്കൊരു പുറത്തുള്ളൊരു വസ്തുവിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ആ ഇമേജ് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ സർക്കിൾ ചെയ്താലും നമുക്ക് അതിനെ കുറിച്ചിട്ട് ഗൂഗിളിൽ ഓൺലൈനിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടും. ഇതാണ് ഒരു കാര്യം, വളരെ യൂസ്ഫുൾ ആയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം എന്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അതും വിത്തൗട്ട് ടെക്സ്റ്റ്, അതുപോലെ വോയിസ് ഇൻപുട്ട് കൊടുക്കണ്ട, ജസ്റ്റ് സർക്കിൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ ലൈവ് ട്രാൻസ്ലേറ്റ്, അതായത് ഭാഷ അറിയാത്ത 2 പേർ തമ്മിൽ സംസാരിക്കണമെങ്കിൽ ഏകദേശം 13 ലാംഗ്വേജോളം ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഹിന്ദിക്കാരനും ഇംഗ്ലീഷുകാരനും സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാരനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, ബാക്കി AI ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിക്കാരന് വിട്ടുകൊടുത്തോളും. അങ്ങനെയുള്ളൊരു സംഭവം. അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷൊക്കെ അവൈലബിൾ ആണ്, എല്ലാ ലാംഗ്വേജും അവൈലബിൾ ആണോ എന്നറിയില്ല. ഏതായാലും 13 ലാംഗ്വേജോളം ഇപ്പോൾ അതിൽ അവൈലബിൾ ആയി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചാറ്റ് അസിസ്റ്റ്, അതായത് നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് AI ഒരുപാട് ഓപ്ഷൻസ് തരും. അതായത് നമ്മൾ ഇംഗ്ലീഷ് അറിയില്ല, പ്രോപ്പറായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ ചാറ്റ് ചെയ്താൽ മതി. ആ ചാറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടെ നമുക്ക് AI ഒരുപാട് ഓപ്ഷൻസ് തരും. അതായത് ഗ്രാമാറ്റിക്കൽ എററൊക്കെ ക്ലിയർ ചെയ്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നല്ല ലാംഗ്വേജിൽ തരും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഇല്ലാതാക്കാനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതായത് ഭാഷ അറിയില്ലെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ റിയൽ ലൈഫിൽ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഫീച്ചേഴ്സ് അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നോട്ട് സമ്മറൈസിങ്, അതായത് വലിയ ലാർജായ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ ആ രത്നച്ചുരുക്കം മാത്രമാക്കിയിട്ട് നമുക്കത് സമ്മറി ആക്കിയിട്ട് ഇങ്ങോട്ട് തരും. അതുപോലെ നമുക്ക് ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ, അതായത് വലിയ ലോങ് ആയിട്ടുള്ള ഓഡിയോ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണ്. ഓഡിയോ ക്ലാസ്സുകളൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് ടെക്സ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ പോയിന്റ്സ് മാത്രം ആക്കിയിട്ട് ഇങ്ങോട്ട് തരും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചറുകൾ, അതായത് ഇതെല്ലാം AI ആണ് ചെയ്യുന്നത്. എത്രത്തോളം ഇതിൻ്റെ സക്സസ് ഉണ്ട് എന്നത് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അർത്ഥങ്ങളിലൊക്കെ വ്യത്യാസം വന്നേക്കാം, പക്ഷേ വളർന്നു വരും. നല്ല ഫീച്ചേഴ്സാണ് തന്നിട്ടുള്ളത്, ബാക്കി AI വളർച്ചയ്ക്ക് അനുസരിച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് ഗാലറിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിരുന്നു, AI ഫീച്ചേഴ്സ്. നേരത്തെ S23 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫോട്ടോ കട്ടൗട്ട് എടുക്കുന്നത് നമ്മളിത് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഫോട്ടോ ഇങ്ങനെ കട്ടൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഫോട്ടോയുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്കിപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടിക്ക് ഒരു തൊപ്പി ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ AI സഹായത്തോടു കൂടി ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും വരച്ചെടുക്കാം. അപ്പോൾ ഒരു തൊപ്പി പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല, പറ്റുകയാണെങ്കിൽ ഓക്കെ. നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്കത് AI ഇട്ട് കൊടുക്കാം. AI എങ്ങനെ തരുന്നു നോക്കാം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വര കറക്റ്റ് ആണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്താന്ന് തോന്നാത്ത രൂപത്തിലുള്ള സാധനമാണ് AI തരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടിയതാണ്. നമ്മൾ വരച്ചു കൊടുത്ത് എന്തോ ഒരു മാതിരിയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സാധനമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ കുട്ടിയുടെ തലയിൽ ഇങ്ങനെയുള്ളൊരു തൊപ്പി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും വളരെ രസകരമായ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതെല്ലാം. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സാണ്. ചില സമയത്തൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പാടുപെടുമ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ ഒരു സൂചന കൊടുത്താൽ തന്നെ ആ ഒരു സാധനം AI ക്രിയേറ്റ് ചെയ്ത് തരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായ കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഗാലറിയിലുള്ള മറ്റൊരു AI ഫീച്ചർ, നമ്മളൊരു വീഡിയോ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് കാണിച്ചു തരും. വിത്ത് AI സപ്പോർട്ടോട് കൂടിയാണ് ഇത് നടക്കുന്നത്. ഏതാണെങ്കിലും നമുക്ക് ആ സ്ലോ മോഷൻ വീഡിയോ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ AI ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും പറയാനില്ല, അടിപൊളിയാണ്.
എല്ലാം 100% സക്സസ്ഫുൾ ആയിട്ടില്ല. എയുടെ വളർച്ചയ്ക്കനുസരിച്ചാണ് അതൊക്കെ സക്സസ്ഫുൾ ആയി വരിക. എന്തായിരുന്നാലും സാംസങ് ഇതിൽ നമുക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് തന്നു എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്, നല്ല ഫീച്ചേഴ്സുകളാണ്.